പൂങ്കാവനമെന്ന ഓണക്കാല ബന്ദിപ്പൂ കൃഷിയുടെ വൈക്കം നഗരസഭാതല ഉദ്ഘാടനം തെക്കേനട സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നടന്നു. വൈക്കം നഗരസഭാ ചെയർമാൻ അബ്ദുൾ സലാം റാവുത്തർ പൂക്കൃഷി ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിലെ 27 വാർഡുകളിൽ 18 വാർഡുകളിലായാണ് ഈ വർഷം പൂങ്കാവനം ഓണക്കാല പൂക്കൃഷി നടത്തുന്നത്. ഏതാണ്ട് 24ഓളം വാർഡുകളിൽ ഈ പദ്ധതി നടപ്പാവുകയാണ്. നമുക്കിവിടെ ഈ വർഷം നഗരസഭയുടെ ഒരു പ്രോജക്റ്റ് വയ്ക്കാൻ നമുക്ക് സാധിച്ചില്ല. അത് ഇലക്ഷൻ അതുപോലെയൊക്കെ ഉള്ള DPCയുടെ അംഗീകാരം കിട്ടാനൊക്കെയുള്ള താമസം വന്നു. പക്ഷേ ഈ ഓണം സമയത്ത് 45 ദിവസം വേണം ഈ ചെടി നട്ടു കഴിഞ്ഞാൽ അതിൽ പൂവ് വിരിയുന്നതിന് വേണ്ടി. അതിനുള്ള സമയം ഇല്ലാതെ വന്നപ്പോൾ നമ്മൾ ജില്ലാ കൃഷി ഓഫീസറെ നേരിട്ട് നമ്മൾ ബന്ധപ്പെടുകയും നമുക്ക് വൈക്കം നഗരസഭയ്ക്ക് കുറേ ചെടി തരണം എന്ന് നമ്മൾ റിക്വസ്റ്റ് വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 5500ഓളം തൈ നമുക്ക് അനുവദിക്കുകയും അത് ഇന്നലെ വൈക്കം നഗരത്തിൽ എത്തി. അത് എല്ലാ വാർഡിലും ഇതുപോലെയുള്ള സംരംഭം തുടങ്ങുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ കൂട്ടായ പ്രവൃത്തി ഓണക്കാലത്ത് നഗരത്തിലെ വിവിധ വാർഡുകളിൽ വലിയ ഒരു വിജയം കൊയ്യും. ഓണക്കാല പൂവിപണി ലക്ഷ്യമിട്ടാണ് കൃഷി വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ബന്ദി തൈകൾ വിതരണം ചെയ്യുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ പ്രവർത്തകരുമാണ് വൈക്കം നഗരസഭയിൽ ബന്ദിപ്പൂ കൃഷി നടത്തുന്നത്. നഗരസഭാ വാർഡുകളിൽ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി ബന്ദിപ്പൂ കൃഷിക്കുള്ള സന്നദ്ധത അറിയിച്ചാലാണ് ബന്ദി തൈകൾ ലഭ്യമാക്കുന്നത്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഈ ഓണക്കാല പൂക്കൃഷി. എന്നാൽ നഗരസഭാ ചെയർമാൻ അബ്ദുൾ സലാം റാവുത്തർ ഇടപെട്ടാണ് ജില്ലാ പഞ്ചായത്ത് മുഖേന ജില്ലാ കൃഷി വകുപ്പ് ഓഫീസ് വഴി ഇത്തവണ നഗരസഭയ്ക്ക് ബന്ദി തൈകൾ ലഭ്യമാക്കിയത്. കൃഷി വകുപ്പ് 5320 തൈകളാണ് നഗരസഭയ്ക്ക് നൽകിയത്. ഇത് കഴിഞ്ഞ ദിവസം വാർഡുകളിൽ വിതരണം ചെയ്തു. ഇതിൽ 300 ബന്ദിച്ചെടികളാണ് തുടക്കത്തിൽ സ്കൂൾ അങ്കണത്തിൽ നട്ടത്. വാർഡ് നഗരസഭാ അംഗം അനിൽകുമാറും നഗരസഭാ അംഗങ്ങളും സ്കൂൾ PTA അധികൃതരും നഗരസഭാ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂൾ അങ്കണത്തിലെ ഈ പൂക്കൃഷിയുടെ മേൽനോട്ടവും പരിപാലനവും വിളവെടുപ്പുമെല്ലാം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ചെയ്യുന്നത്. ന്യൂസ് ടീം വൈക്കം വാർത്ത.